നമസ്കാരം. എൻ്റെ പേര് സുനിൽകുമാർ. ഞാൻ എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് മാരായമട്ടം എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുന്നു. എഴുത്തച്ഛൻ കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് B.Pharm, D.Pharm, PharmD, M.Pharm എന്നീ കോഴ്സുകളിൽ ഏകദേശം 1000 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് പരിസര മലിനീകരണവും ക്യാൻറ്റീനിലുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനവും വളരെ പ്രശ്നമായി നമ്മളെ അലട്ടിയിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുവാൻ നമുക്ക് ബയോഗ്യാസിനെ നമ്മൾ സമീപിച്ചപ്പോൾ അതിന് ശാശ്വത പരിഹാരം നമുക്ക് ലഭിക്കുകയും അതുവഴി വേസ്റ്റ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്യാൻറ്റീനിൽ ആവശ്യമായിട്ടുള്ള ഗ്യാസ് നമുക്ക് യഥേഷ്ടം ഇഷ്ടം പോലെ കിട്ടുകയും പരിസര ശുചീകരണം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ എഴുത്തച്ഛൻ കോളേജ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിലെ പ്രിൻസിപ്പളാണ്. എൻ്റെ പേര് പ്രൊഫസർ ഡോക്ടർ ഷൈജു എസർ. ഒരു 18 കൊല്ലത്തിനധികമായി ഈ കോളേജിലെ പ്രിൻസിപ്പൽ പദവി നിർവഹിച്ചു പോരുന്നു. നമുക്കൊരു 10 കൊല്ലത്തിന് മുകളിലായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു ഈ മാലിന്യ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ഈ ഫുഡ് വേസ്റ്റിൻ്റെ എഫക്റ്റീവ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. നമ്മൾ പല സിസ്റ്റംസിൻ്റെയും പുറകെ കുറേ അലഞ്ഞ് നടന്നു നമുക്ക് എഫക്റ്റീവായിട്ടൊരു സിസ്റ്റം കിട്ടാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഈ ബയോഡീഗ്രേഡബിൾ ഫുഡ് വേസ്റ്റിൻ്റെ പെരിഷബിളായിട്ടുള്ള ഫുഡ് വേസ്റ്റിൻ്റെ എഫക്റ്റീവായിട്ട് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് പ്രോജക്ട്സിൻ്റെ പുറകെ നമ്മൾ നടന്നു. ഒരുപാട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കി. അതൊന്നും അതിൻ്റെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയില്ല. അതിൽ അവസാനം നമുക്കൊരു ബയോ ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ പ്ലാന്റ് എഫക്റ്റീവായിട്ട് നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെറിയൊരു പൈലറ്റ് പ്ലാന്റ് എന്നുള്ള രീതിയിലാണ് ഇത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. പക്ഷേ വളരെ നല്ല റിസൾട്ടാണ് നമുക്ക് അതിനകത്ത് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ബയോടെക് എന്ന് പറയുന്ന ആ ഒരു കമ്പനിക്കാർ വളരെ എഫക്റ്റീവാണ്. നമുക്ക് ഏകദേശം ഒരു 10-20 കിലോ വരെ ഒരു ദിവസം നമുക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നു. കിച്ചണിലേക്ക് വേണ്ടുന്നത് ബയോഗ്യാസും അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. ഇപ്പോൾ 1 കൊല്ലത്തിന് മുകളിലായി. അവരുടെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് നമ്മൾ കിട്ടുന്നുണ്ട്. പീരിയോഡിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ ബർണറിൻ്റെ ബ്ലോക്കോ വല്ലതും വരാണെങ്കിൽ അവരപ്പോഴേ വന്നത് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. താങ്ക്സ് ടു സേഫ് ടെക് എന്ന ബയോടെക്. എൻ്റെ പേര് വിമൽ എന്നാണ്. എഴുത്തച്ഛൻ കോളേജിൽ ക്യാൻറ്റീനിൽ കാര്യങ്ങൾ നോക്കുന്ന ഞാനാണ്. ഇവിടെ നമുക്ക് പോയിട്ട് ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഈ ഹോസ്റ്റലുണ്ട്. ഡെയിലി രാവിലെയും വൈകുന്നേരമൊക്കെ കുട്ടികൾ ഫുഡ് കഴിക്കാൻ അങ്ങനെ വരുന്നുണ്ട്. വേസ്റ്റിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരികയും ഞങ്ങൾ അങ്ങനെ ബയോടെക്കുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുകയും നമുക്ക് ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല രീതിയിൽ പോവുകയാണ്. ഇതാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റ്. ഇതിൽ ഞങ്ങൾ ഫിഷ് ഉപയോഗിച്ചതിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റ്, മീറ്റിൻ്റെ കഴുകിയതിൻ്റെ വേസ്റ്റ്, പിന്നെ ഇവിടെ വരുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റും എല്ലാം ഇതിനകത്ത് നിക്ഷേപിക്കുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രയോജനം ഉള്ളൊരു ഇതാണ്. നമുക്ക് ഇതിൽ 25 കിലോ വേസ്റ്റ് വരെ നമ്മൾ ഇത് നിക്ഷേപിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കോളേജിന് ആവശ്യമായിട്ടുള്ള ഗ്യാസ് നമ്മൾ ഇതിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് വളരെ പ്രയോജനപ്രദമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്.
പേര് ലതിക, എഴുത്തച്ഛൻ കോളേജിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 4 വർഷം കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ 25 കിലോ വേസ്റ്റ് ഇതിനകത്ത് ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. വേസ്റ്റ് കളയുന്ന വേസ്റ്റുകൾ മൊത്തവും ഞങ്ങൾ ഇതിലാണ് ഇടുന്നത്. ഞങ്ങൾ ബയോഗ്യാസ് കൊണ്ട് 7 മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെച്ചത് കൊണ്ട് ഞങ്ങളുടെ കോളേജിന് നല്ല മെച്ചമാണ്. ബയോടെക്കിൻ്റെ സഹായത്തോടുകൂടിയാണ് നമുക്ക് ഈ ഒരു പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചത്. ഏകദേശം 25 കിലോളം വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇടുകയും അതിനാവശ്യമായിട്ടുള്ള ഗ്യാസ് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നെ സ്ലറി നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സാധിക്കുന്നുണ്ട്. പൂർണ്ണമായി ഇവിടെ നിന്ന് വേസ്റ്റ് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ ഈ പ്ലാന്റ് നമുക്ക് സഹായിച്ചു. ഈ പ്ലാന്റ് ഇവിടെ നമുക്ക് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ബയോടെക്കിൻ്റെ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ വളരെയധികം നന്ദി പറയുന്നു. നമ്മൾ കടപ്പാടുണ്ട്. ഓക്കെ, താങ്ക് യു.